ഒരു തെളിവാണ് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ചിറ്റകത്ത് മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ വളരെ നല്ല സ്വഭാവമുള്ളവരായിരുന്നു. അവരെ കുറിച്ച് ആ പത്രത്തിൽ വന്നതുണ്ടായിരുന്നല്ലോ, നിങ്ങള് ഇതില്ലേ സിദ്ദീഖ് ഭായി, അന്നത്തെ പത്രത്തിൽ ആ പേപ്പറിൽ ഇട്ട ഒന്നിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അന്ന് ബഹുമാനപ്പെട്ട, ഞാൻ വെറുതെ പറയല്ല, അന്ന് സിറാജ് പത്രത്തിൽ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് വന്ന റിപ്പോർട്ട് നിങ്ങളൊക്കെ കാണണം. അത് മഹാനവറുകളുടെ വ്യക്തിത്വമായിരുന്നു, നല്ല സ്വഭാവ ഗുണമായിരുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ വളരെ കർമ്മധീരനായ പ്രവർത്തകനായിരുന്നു. എന്നും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ പോലെ പ്രവർത്തിച്ച് ആ നാടിനും അതുപോലെ തന്നെ മറുനാടുകൾക്കും അയൽവാസികൾക്കും മാതൃകാപരമായ രൂപത്തിലുള്ള ജീവിതം കാഴ്ചവെച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവരുടെ നാട്ടിലാണ് ഞാൻ അത്തിപ്പറ്റ അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മെമ്മോറിയൽ സുന്നി സെക്കൻഡറി മദ്രസ അഹ്ദലിയ നഗർ. അൽഹംദുലില്ലാഹ് ഇത് തുടക്കം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാരുടെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിന് പൈസ പിരിക്കുന്നത്. അതിലേക്ക് പില്ലറുകൾ നൽകിയ ആളുകളുണ്ട്, 6 പില്ലറുകൾ നൽകിയത് അൽഹംദുലില്ലാഹ്. അതുപോലെ അവിടെയുള്ള ചെറുപ്പക്കാർ സിമന്റുകളും കമ്പികളും മണലുകളും എംസാൻഡുകളും വാതിലുകളും ജനലുകളും ഒക്കെ നൽകി. അതിനുവേണ്ടി എന്നോട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഭായി, അതുപോലെ തന്നെ മറ്റു നിസാമി ഉസ്താദ്, മറ്റു ഉസ്താദുമാരെല്ലാവരും, പേരെല്ലാവരും എനിക്ക് കിട്ടൂല, എപ്പോഴും വിളിക്കുന്ന പോലെ മാത്രമേ അറിയുള്ളൂ. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെയുള്ള മുഴുവൻ ചെറുപ്പക്കാർ സുബ്ഹാനല്ലാഹ്, വളരെ കുട്ടികൾക്ക് ഞാൻ അവിടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശം. എല്ലാ കുട്ടികളും ഉണ്ടാവും ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മാതൃകാപരമായ രൂപന്ന ഒരു ആണ്ടാണ്, ഉപ്പയുടെ ആണ്ടാണ് ഈ ഓൺലൈനിലൂടെ നടത്തുന്നത്. ഇവിടെ കുടുംബങ്ങളും നാട്ടുകാരും അതാകണം. അത്തിപ്പറ്റ മുഹമ്മദ് മുസ്ലിയാർ മുത്തനൂർ തങ്ങൾ വെറുതെ പറയല്ല, അനുസ്മരണം. അത്തിപ്പറ്റ മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകളെ കുറിച്ച് അന്ന് പത്രം എഴുതിയതാണ്, ഞാൻ എഴുതിയതല്ല. മഹാനവറുകളുടെ സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിധ്വനിയായി അള്ളാഹു കബൂലിയത്ത് നടന്നപ്പോൾ അവിടെ ഉണ്ടായി വന്നതാണ് അൽഹംദുലില്ലാഹ് ഈ മദ്രസ. അൽഹംദുലില്ലാഹ് അതിനു വേണ്ടി ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മൊത്തം തേക്കണം. ഇനി തേച്ചെങ്കിലേ നമ്മളെ കുട്ടികളെ മദ്രസയിൽ കയറ്റാൻ പറ്റുള്ളൂ. അത് ആ കുടുംബം ഏറ്റെടുക്കണം, അതിന്റെ ഉള്ളും അതിന്റെ മുൻഭാഗെങ്കിലും ഒന്ന് തേക്കണം. അത് അൽഹംദുലില്ലാഹ് അൻവർ ബാബുവും ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും ഉമ്മയൊക്കെ പാടെ ഏറ്റെടുത്ത ഒരു പ്രശ്നമില്ലപ്പത്. അൽഹംദുലില്ലാഹ് അത് വലിയ സന്തോഷമല്ലേ. ഉപ്പാന്റെ ആണ്ടിന് ദിവസം ഇല്ലെങ്കിൽ 1 ലക്ഷം റുപ്യക്ക് പോത്തിനിറക്കണം. അപ്പൊ പോത്തിനൊന്നും ഇറക്കേണ്ട ആവശ്യമില്ലേ. ആ പോത്തിന്റെ കായ് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ മദ്രസ എന്നാണ് തേച്ചു കൊടുക്കുക. അൽഹംദുലില്ലാഹ് എന്തൊരു ഭംഗിയിൽ നമ്മളെ മദ്രസകളിൽ. മദ്രസന്റെ ഫോട്ടോ ഒന്നിട്ടാട്ടെ സിദ്ദീഖ് ഭായി, എന്താ നിങ്ങൾ വേണ്ടി. അൽഹംദുലില്ലാഹ് ആ മദ്രസ അൽഹംദുലില്ലാഹ് മനോഹരമായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഈ സിദ്ദീഖ് ഭായി നടക്കൂല എന്ന് 33 തസ്ബീഹ് ആളാണ്. ഇപ്പം പിന്നെ മുബ്രാ തസ്ബീഹ് നിർത്തി. നടക്കൂല എന്ന് പറഞ്ഞ സംഗതി നമ്മളെ ദുനിയാവിൽ അങ്ങനെ സംഭവമില്ല. ഒരു അങ്ങനത്തെ അജണ്ട നമ്മളത്തില്ല. അത് ഞങ്ങളെ ഉസ്താദിന്റെ തത്വ. ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ് തങ്ങൾ ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് മാറട്ടെ, എന്റെ ഉസ്താദാണ്. ഞാൻ അൽഹംദുലില്ലാഹ് 9 വർഷം അവിടെ പഠിച്ചിട്ടുണ്ട്. 3ാമത്തെ സ്റ്റാഫായി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് 1800-ലധികം സ്റ്റാഫുമാരുണ്ട്. മഅദിന്റെ 24ാമത്തെ വയസ്സ് കഴിഞ്ഞ ജൂൺ 6-ന് പൂർത്തിയായി. അന്ന് കേവലം ഒരു തെങ്ങ് മാത്രമാണുള്ളത്. ഇന്ന് മാഷാ അല്ലാഹ് 200-ന്റെ അടുത്ത് എത്രയായി? 250ഓളം ഏക്കർ സ്ഥലമായി മാഷാ അല്ലാഹ്. അന്ന് ഞാൻ ആദ്യമായി തുടങ്ങിയത് അവിടെ എത്തീങ്കാനയാണ്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളെ സ്വലാത്തിന്റെ മജ്ലിസിൽ ദ്വാരക്കാൻ ഇരുത്താൻ വേണ്ടി, ഇജാബത്തിന് വേണ്ടി. 6 എത്തിയും കുട്ടികൾ. അത് കണ്ടപ്പോൾ ഒരു രക്ഷിതാവിന്റെ വാക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം ഉസ്താദിനോട് ചോദിച്ചു, തങ്ങൾ പാപ്പ, എന്റെ കുട്ടി, ഞാൻ മരിച്ചെങ്കിൽ എന്റെ കുട്ടീനെ അവിടെ ചേർത്താൻ പറ്റുള്ളൂ, കാരണം എത്തിങ്ങാനെ മാത്രമല്ലേ ഉള്ളൂ.
അപ്പോൾ വാപ്പുള്ള കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോർഡിങ്ങും തുടങ്ങി. അത് 11 കുട്ടികൾ. ആ 2 കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ചു. അതാണ് 3ാമത്തെ സ്റ്റാഫ്. അങ്ങനെ 4 കൊല്ലത്തെ എന്റെ ഖിദ്മകൾ അൽഹംദുലില്ലാഹ് അവിടെ നടന്നിട്ടുണ്ട്. അന്നേ ഉസ്താദിന്റെ മുമ്പിലുള്ള ഒരു അജണ്ടയാണ് നടക്കൂല എന്ന് പറഞ്ഞ പിന്നെ അത് നടത്തണം എന്നുള്ളത്. അത് അൽഹംദുലില്ലാഹ് ശിഷ്യന്മാരാകുന്ന ഞങ്ങൾക്കൊക്കെ അതും ഉണ്ടാവും, കുറച്ച് ചെറിയൊരു വിയർപ്പൊക്കെ അതിൻ്റെ ഉണ്ടാവും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാം നടക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനം നമുക്ക് തേക്കണം, അത് വൃത്തിയാക്കണം, AC വെച്ച മദ്രസകളാകണം. നമ്മളെ 159 മദ്രസകൾ പൂർത്തിയാകുമ്പോൾ അതിൽ 90ഓളം മദ്രസകൾ ഇപ്പോൾ AC ആയി തീർന്നിട്ടുണ്ട്. ചില മദ്രസ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം AC രണ്ടെണ്ണം. മാഷാ അല്ലാഹ്. ഞാൻ ഒന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓല് പറഞ്ഞത് ഉള്ള AC ആക്കണം. കാരണം 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് AC ഉണ്ട്, 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് AC. പിന്നെ 1ത്തെ കുട്ടി 2ക്ക് അയച്ചാൽ 2ത്തെ കുട്ടി അറിഞ്ഞാൽ 1ക്ക് തന്നെ പോകണം. സാധാരണ ഇവിടെ ഭയങ്കര ചൂടാണ്. കുട്ടികളിപ്പം പറഞ്ഞാൽ ചൂടിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. അതുകൊണ്ടാണ് ലൈവിലും അങ്ങനെ തന്നെ ആളുകൾ ചൂടിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതൊക്കെ പോകുന്ന ടീമുണ്ടാകും പറയണം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിത് തേക്കണം. അൽഹംദുലില്ലാഹ് ആരെങ്കിലൊക്കെ ഇൻഷാ അല്ലാഹ് ഈ കുടുംബത്തിൽ അൽഹംദുലില്ലാഹ് മൻസൂർ ബാബും കുടുംബമൊക്കെ ഇതിലുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലേ അൻവർ ബാബു അല്ലേ? ആ മൻസൂർ ബാബു അഞ്ജന അല്ലേ? ആ ഓൻ ഉണ്ട്. അല്ല ഓനോട് നമ്മൾ ഫസ്റ്റ് ഭക്ഷണം കഴിച്ചാൻ പോയി പെങ്ങളെ മോനാ. പിന്നെ മറ്റോനോ നമ്മൾ ഫസ്റ്റ് ആ മയത്ത് നമ്മൾ പരിപാടി എടുത്തില്ല. മയത്ത് ബഷീർ വലിയുള്ള കാലത്ത് മയ പെയ്തില്ലേ? ആ അന്ന് ഭക്ഷണം കഴിക്കാൻ പോയില്ല ഒരാളെ. അതാണ് അൻവർ ബാബു. മൻസൂർ ആ റോഡ് സൈഡിൽ വണ്ടി കച്ചവടമൊക്കെ ഉണ്ട്. ആ ഓനെന്നെ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ 6 പൈസ ഒക്കെ പരസ്യ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 60 ചാക്ക് സിമന്റ് ഉണ്ടായാൽ അത് തേക്കാൻ പറ്റും. ഒരു 1.5 ലോഡ് എംസാൻ ഉണ്ടായാലും ഇൻഷാ അല്ലാഹ് അത് തേക്കാൻ പറ്റും. ഈ കുടുംബം അത് ഏറ്റെടുത്താൽ അൽഹംദുലില്ലാഹ് വലിയ ജാരിയായ സദഖയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ ദുനിയാവിൽ കുറെ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ബാക്കിയാക്കി വെച്ച് പോയിട്ടുണ്ട്. ആഖിറത്തിലേക്ക് ബാക്കിയാക്കി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചു. മക്കൾക്ക് ബാക്കി വെച്ചതിൽ നിന്ന് കുറച്ച് നിങ്ങൾ വാപ്പാക്ക് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. എഴുതി അറിയിച്ചാൽ വളരെ സന്തോഷമാണ്. ഇന്ന് ഈ സദസ്സ് തന്നെ അൽഹംദുലില്ലാഹ് നമുക്കത് തേക്കണം. ഉടനടി ഇൻഷാ അല്ലാഹ് തേക്കണം. ഇന്നിപ്പോ അതൊന്നും കരുതിയതല്ല, ഞാൻ പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞതാ. അങ്ങനെ ഉണ്ടല്ലോ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുടുംബം അത് ഏറ്റെടുത്താൽ, ഇല്ലെങ്കിൽ സിമന്റ് ഇൻഷാ അല്ലാഹ് ഓരോ മക്കൾ അൽഹംദുലില്ലാഹ് ഏറ്റെടുത്ത് അറിയിച്ചാൽ, ഇല്ലെങ്കിൽ ഇമ്മടെ ഏറ്റെടുത്താൽ മതി. അത് വേറെ പ്രശ്നമൊന്നുമില്ല. മൗലവിയുടെ ഭാര്യ ഉണ്ടല്ലോ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ കുടുംബത്തിൽ ഐക്യവും സ്നേഹവും അല്ലാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും അൽഹംദുലില്ലാഹ് സന്തോഷത്തോടുകൂടെ ആ കുടുംബത്തിൽ നിന്നോ അല്ലാത്തവർക്കോ പറയാൻ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് പറയാം. ദുആയുടെ ഇജാബത്തിന് കാരണമാണല്ലോ ധർമ്മങ്ങൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു 10 തഹ്ലീൽ ചൊല്ലി ദുആയിലേക്ക് കടക്കുകയാണ്. ഇന്ന് പിരിവുള്ള മജ്‌ലിസ് ഒന്നും അല്ലത്, ഇതൊരു പൊരയിലെ ആണ്ടാണ്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാഹ് നമ്മളെ മദ്രസ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അൽഹംദുലില്ലാഹ് ഇത് ഏറ്റെടുത്താൽ അൽഹംദുലില്ലാഹ് ഇത് എന്നും മറക്കാനാവാത്ത ഒരു നായികക്കല്ല് പോലെ അതവിടെ നിലനിൽക്കും. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഈ സദസ്സിന്റെ മിസ്ൽ സവാബ് മങ്കൂസ് മൗലൂദ് പൂർണ്ണമായി ഓതി അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ മദ്ഹ് പാടി അൽഹംദുലില്ലാഹ് യാസീൻ ഓതി സൂറത്തുൽ ഇഖ്ലാസ് അൽഹംദുലില്ലാഹ് 11 പ്രാവശ്യം ഓതി അൽഹംദുലില്ലാഹ് തഹ്ലീലുകൾ ചൊല്ലി ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദ് അൽഹംദുലില്ലാഹ് അപ്രതീക്ഷിതമായി ഇന്ന് ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ് പേര് നഈമി മറന്ന അല്ലാഹ് നഈമി. അത് ഓരോ ബന്ധങ്ങളെ നമ്മള് ഫസ്റ്റത്തെ പരിപാടി നടത്തുന്ന മൂപ്പരെ വീട്ടിൽ ഈ മാമൂലി സുലാരെ വീട്ടിൽ വെച്ചെന്ന് നിങ്ങളുണ്ടല്ലോ അന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് വേറെ കുറച്ച് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിന്റെ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിന്റെ കാര്യം എന്നല്ല പെരന്റെ കാര്യം ചർച്ച ചെയ്യാൻ. ഞാൻ പെരുണ്ടാക്കാതൊക്കെ ചീത്താണ്. പെരുണ്ടാക്കണം എല്ലാവരും. ഒരു കുട്ടി ഉണ്ടായാൽ ഉടനെ പിന്നെ പെരക്ക് കുറ്റിയടിക്കണം. അങ്ങനെ മേപ്പെട്ട് നോക്കിയിടുന്ന കുട്ടീനെ കെട്ടിച്ചാൽ നേരത്തെ പിന്നെ പെരപ്പണി തുടങ്ങണം. പിന്നെ ഞാൻ തുറന്നിട്ട് മാത്രം കാര്യമാവും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെരപ്പണിയൊക്കെ വേഗം തുടങ്ങണം.
അപ്പൊ എനിക്ക് പൊരണ്ടാക്കാത്ത ആളുകളെ പൊരണ്ടാക്കാൻ ഉപദേശിക്കുക, അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. മക്കളെ കല്യാണ പ്രായത്തിയ ആളുകളോടൊക്കെ അൽഹംദുലില്ലാഹ് കല്യാണം ഉണ്ടാക്കാൻ അതിന് ഒക്കെ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ എനിക്ക് വലിയ ഹിദ്മയാണ്. അതിൽ കുറെ ചീത്തപ്പേരൊക്കെ വരും, അങ്ങനെയാണ്. കേസ് മദ്യം പറയുമ്പോൾ ഉണ്ടാവും. ഒരു ചങ്ങായി ഇങ്ങനെ എഴുതലുണ്ട്, ഒരു ചങ്ങായി ഇങ്ങനെ എഴുതും. ഓൻ പല പേരിലും എഴുതലുണ്ട്. പക്ഷെ ഓന്റെ ബുദ്ധി എനിക്ക് തിരിയില്ല. മദ്യം പറഞ്ഞപ്പോ ഓന് ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പൊ അത് പിന്നെ ഓന്റെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതായാലും അൽഹംദുലില്ലാഹ് നല്ല മുബാറക്കായ ഒരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് നാം അൽഹംദുലില്ലാഹ് ആക്കണേ നമ്മളെ മദ്രസ. എന്തിനാ മദ്രസ ചെരിഞ്ഞിക്കണ് പൊതുവെ ഫോട്ടോ അങ്ങനെയാണ്. മറ്റേ ആളുകൾ ഇത് എന്ത് മദ്രസയാണ് അങ്ങനെയുണ്ട്. സുബ്ഹാന ജല്ല ജലാലു അങ്ങനെ മുട്ടും പലകിയൊക്കെ മുഫീദ് സാധാരണഗതിയിൽ ഇതിന് വലിയ കറാമത്ത 14 ദിവസം കൊണ്ട് പൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് 30 ദിവസമായിട്ടും പൊളിച്ചിട്ടില്ല. അങ്ങനെയാണ്. അവിടുത്തെ ആളുകൾക്ക് ഇപ്പൊ 20 ദിവസമാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ബാബു 60 ചാക്ക് സിമന്റ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനേ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഖാജാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഉസാമുദ്ദീൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ ഖുത്ബുൽ അഖ്ദൽ പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ